ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. ഫെഡറൽ ഉത്തരവിലൂടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ഇഷ്യൂ ചെയ്ത തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. 2024 ജൂലൈയിലെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഷെയ്ഖ് ഹംദാൻ പ്രതിരോധ മന്ത്രിയായി നിയമിതനായി ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഈ സ്ഥാനക്കയറ്റം വരുന്നത്. ഇതോടെ അദ്ദേഹം ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും ഫെഡറൽ സർക്കാരിൽ ചേരും. സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം വിടാൻ സൗദി 30 ദിവസം കൂടി അനുവദിച്ചു. ഈ മാസം 26-ന് ഇളവ് പ്രാബല്യത്തിൽ വന്നു. ഫീസും പിഴയും അടച്ച് ആഭ്യന്തര മന്ത്രാലയം വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഒമാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സൗദും ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസനും കൂടിക്കാഴ്ച നടത്തി. അൽ മുർത്താഫ് ക്യാമ്പിലെ മന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാഷ്ട്രങ്ങളുടെയും പൊതു താൽപര്യ വിഷയങ്ങളും സൗഹൃദ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും ചർച്ച ചെയ്തു. കുറഞ്ഞ നിരക്കിൽ മേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് കേന്ദ്രം ലോട്ട് അബുദാബിയിലെ 5ാമത്തെ സ്റ്റോർ മസ്യാത്ത് മാളിൽ തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ലോട്ടിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കും 19 ദിർഹത്തിൽ താഴെയാണ് വില. വീട്ടുപകരണങ്ങൾ, കിച്ചൺ വെയർ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ അടക്കം വിപുലമായ ശേഖരമാണ് ഇവിടെ ഉള്ളത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഗോള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും ലോട്ടിലുണ്ട്. UAE ജോർദാനുമായി സഹകരിച്ച് ബേഡ്സ് ഓഫ് ഗുഡ്നസ് എന്ന ദൗത്യത്തിലൂടെ ഗാസ മുനമ്പിൽ മാനുഷിക സഹായം വ്യോമമാർഗം വിതരണം ചെയ്യുന്നത് തുടരുന്നു. തുടർച്ചയായ 3-ാം ദിവസവും സഹായം എത്തിച്ചുകൊണ്ട് ഇന്ന് 56-ാമത്തെ വ്യോമ വിതരണം പൂർത്തിയാക്കി. ഓപ്പറേഷൻ ഷിവൽ റെസ്റ്റ് നൈറ്റ് 3ന്റെ ഭാഗമായാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത്. സുരക്ഷാ സാഹചര്യങ്ങൾ കാരണം കരമാർഗം എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും അടിയന്തര സഹായം എത്തിക്കുന്നതിലുമുള്ള UAEയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഇത് വ്യക്തമാക്കുന്നു. ദൗത്യം ആരംഭിച്ചത് മുതൽ ഏകദേശം 3763 ടൺ അവശ്യ ഭക്ഷ്യവസ്തുക്കളും ദുരിതാശ്വാസ സാമഗ്രികളും വ്യോമമാർഗം എത്തിച്ചിട്ടുണ്ട്. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.33 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 23.83 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 285.99 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 227.30 ഇന്ത്യൻ രൂപ. മാലേഗാവ് സ്ഫോടന കേസിൽ 7 പ്രതികളെയും പ്രത്യേക NI കോടതി വെറുതെ വിട്ടു. ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്ഫോടനവുമായി പ്രതികളെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കാനായില്ല എന്നും കോടതി പറഞ്ഞു. UAPA കുറ്റവും തെളിയിക്കാനായിട്ടില്ല. BJP മുൻ MP പ്രജ്ഞ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ കേസിൽ പ്രതികളാണ്. നാസിക്കിന് അടുത്ത് മാലാഗവിൽ 2008 സെപ്റ്റംബർ 29-നുണ്ടായ സ്ഫോടനത്തിൽ 6 പേരാണ് മരിച്ചത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. രാജ്യാന്തര ഭീകര സംഘടനയായ അൽ ഖാദിയയുടെ സംസ്ഥാനത്തെ കണ്ണികളിൽ പ്രധാനിയായ ഷാമ പവർവീൻ അൻസാരിയെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമമായ ഗ്രൂപ്പുകളിലൂടെ രൂപീകരിച്ച രാജ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണിത്. 10,000-ത്തിലധികം ഫോളോവേഴ്സ്മാരുമുണ്ട്. കഴിഞ്ഞ 23-ന് ഗുജറാത്ത്, ഡൽഹി, നോയിഡ എന്നിവിടങ്ങളിൽ നിന്നും മുഹമ്മദ് ഫർദീൻ, സെയ്ഫുള്ള ഖുറേഷി, സീസാൻ അലി, മുഹമ്മദ് ഫായിസ് എന്നിവർ അറസ്റ്റിലായിരുന്നു. അൽ ഖായിദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അംഗങ്ങളായ ഇവരിലൊരാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാമയുടെ അറസ്റ്റ്. അപകടത്തിലെ യുവാവ് കൊല്ലപ്പെട്ടിട്ടും വാഹനം നിർത്താതെ കടന്നുകളഞ്ഞ അസമീസ് നടി നന്ദിനി കശ്യപ് അറസ്റ്റിലായി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പോളിടെക്നിക് വിദ്യാർത്ഥി സമീയുൽ ഹൈനെ നടി ഓടിച്ച കാർ ഇടിച്ചത്. ജൂലൈ 25-നായിരുന്നു സംഭവം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഗുരുതര പരിക്കേറ്റ ഹക്കിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യദിന അവധിയോടനുബന്ധിച്ചും ഓണത്തോടനുബന്ധിച്ചും ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 2 വണ്ടികളാണ് അനുവദിച്ചത്. 2 വണ്ടികളിലുമായി ഇരുവശങ്ങളിലേക്ക് ആകെ 9 ട്രിപ്പുകളാണുള്ളത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലും ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളും കേരളത്തിലേക്കുള്ള നിലവിലുള്ള ട്രെയിനുകളിൽ ടിക്കറ്റുകൾ തീർന്നിരുന്നു. യാത്രാ ദുരിതത്തിന്റെ മുറവിളി ഉയരുന്നതിനിടെയാണ് റെയിൽവേ മുൻകൂട്ടി പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത്. 2 വണ്ടികളിലും ടിക്കറ്റ് റിസർവേഷൻ തുടങ്ങി.